ഐഡിയ. ഈ സിനിമ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതിന്റെ വ്യാജ വീഡിയോ കാസറ്റ് ഇറക്കിയാലോ? അസൽ ഐഡിയ. എന്നാ പിന്നെ എനിക്ക് കുടുംബത്തോടെ ജയിലിൽ കയറി ഇറങ്ങാലോ. ബ്ലഡി ഫൂൾ. എപ്പോഴും ഇങ്ങനെ ബ്ലഡി ഫൂൾ എന്ന് വിളിക്കാതെ ചുരുക്കി BF എന്ന് വിളിച്ചാ പോരെ? സാറിനെ കാണാൻ വന്നതാ ഇവരൊക്കെ. കുഞ്ഞ് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം. എന്താ കാര്യം? ഏതോ ഒരു കോൺട്രാക്ടർ ഞങ്ങളുടെ കോളനി കുടിയൊഴിപ്പിച്ച് അവിടെ ഫ്ലാറ്റ് പണിയാൻ പോവാ. കാട് വെട്ടിത്തെളിച്ച് ഞങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങിട്ട് വർഷം കുറെ ആയതാ. ആരാ കോൺട്രാക്ടർ? ഏതോ ഒരു വരുത്തനാ. ഉണ്ണിത്താനെന്നാ പേര്. നാളെ തന്നെ എല്ലാം ഇടിച്ചു പൊളിക്കുമെന്നാ പറയുന്നത്. ഞങ്ങൾ ഈ കുട്ടികളും കുടുംബമായിട്ട് എങ്ങോട്ട് പോവാനാ കുഞ്ഞ്? ഉണ്ണി, വണ്ടി കയറി. മനസ്സിലായി. റെഡി. താനാണോ ഇവിടുത്തെ കോൺട്രാക്ടർ? ഇറങ്ങി വേണോ? കെട്ടിയെടുക്കണോ പെട്ടെന്ന്? എന്താ കാര്യം? കാശ് ഉണ്ടായിട്ട് വെച്ചിത്തരം കാണിക്കുന്ന അന്തസ്സുള്ളവർക്ക് ചേർന്നതല്ലടോ. താൻ ഏത് ഓരോത്ത കോൺട്രാക്ടർ ആണെങ്കിലും കൈവച്ചാ മതി. ഇങ്ങോട്ട് നോക്കണോ? ആണുങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കണം. പണം മാത്രം ഉണ്ടായ പോരാ, വകതിരിവും വേണം. നിങ്ങൾ ആരാ? എന്താ വേണ്ടേ? കോൺട്രാക്ടറെ ജാട ഇറക്കല്ലേ ഇയാൾ കുറെ കണ്ടതാ. വേല ഇറക്കി അടിച്ചതിന്റെ ചെവിക്കുറ്റി പൊട്ടിക്കും. മറന്നു. പറ. അയ്യേ, എന്തിനാ തലക്കടിക്കുന്നേ? ഇയാൾ അരപ്പൊട്ടനാ. നമ്മൾ പറഞ്ഞ ഒന്നും കേട്ടിട്ടില്ല. എല്ലാം റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ പറ. എന്താ കുന്തം? താൻ ഗുണ്ടകളെ വിട്ട് കോളനിയിൽ നിന്ന് ആളെ ഇറക്കി വിടാൻ നോക്കിയില്ലടോ. താൻ ആരടോ? ഗുണ്ടായിസം കൊണ്ട് ഫ്ലാറ്റ് പണിയാൻ നോക്കിയാൽ തന്നെ ഞങ്ങൾ ഫ്ലാറ്റ് ആക്കും. പാവപ്പെട്ടവരെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിട്ട് വേണോ തനിക്ക് നിന്റെ കബറ് പണിയാൻ? ഓഹോ, അതാണോ കാര്യം? അവരെന്റെ സ്ഥലത്ത് കുടിയേറി പാർക്കുന്നവരാ. ഇതുവരെ ഞാൻ അവരോട് ഇറങ്ങിപ്പോ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നു, അവരിറങ്ങി തന്നെ പറ്റൂ. താൻ അവർക്ക് വേറെ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചില്ലടോ. അതെ, ബിസിനസ് ആകുമ്പോൾ കുറച്ച് വെട്ടിപ്പും പറ്റിപ്പോക്കും ഉണ്ടാകും. അതൊന്നും ഒരു ദൈവദോഷമല്ല. ഈ കാണുന്നതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയതാവും. അങ്ങനെയെങ്കിൽ അങ്ങനെ. എടോ കൺട്രാക്ടേ, പണം ഉണ്ടായിട്ട് വെച്ചിത്തരം കാണിക്കുന്നത് അന്തസ്സുള്ളവർക്ക് യോജിച്ചതല്ല. ഇത് ആദ്യം ഞാൻ ഒരിക്കൽ പറഞ്ഞതാ. പക്ഷെ അപ്പൊ തന്റെ ചെവിയിൽ ഈ ആപ്പില്ലായിരുന്നു. താൻ ഏത് കോലോത്ത കോൺട്രാക്ടർ ആണെങ്കിലും അത് തന്റെ കൈ വെച്ചാൽ മതി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാ. ഒന്ന് നിർത്തണോ? ഇത്രയും നേരം ഞാൻ ക്ഷമിച്ചു. നിങ്ങൾക്ക് ആരാണ് നിന്റെ വിചാരം? കോൺട്രാക്ടറെ ഒരുപാട് ബലം പിടിക്കാതെ ഇവിടേക്ക് വൃത്തികേടാവും. 2 ദിവസത്തിനുള്ളിൽ ചേരിക്കാർക്ക് മാറി താമസിക്കാൻ താൻ വേറെ സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ ജയന്റെ തനി കുടന്താൻ കാണും. പിന്നെ താൻ ഇവിടെ കെട്ടാൻ പോകുന്ന ഫ്ലാറ്റ് ആയിരിക്കില്ല, തന്റെ ശവക്കൊല്ലറയായിരിക്കും. ചോയ്സ് ഈസ് യുവേഴ്സ്. ലെറ്റ്സ് ഗോ. താങ്ക് യു. വെൽക്കം. ഓക്കേ, ഓൾറൈറ്റ്. വണ്ടി നേരെ കോളനിയിലേക്ക് വിടും. ബാക്കി കണക്ക് നമുക്ക് അവിടെ വെച്ച് തീർക്കാം. എടാ, ഇന്ന് തല്ലുണ്ടാക്കിയാലും വീട്ടിൽ കയറി വിളമ്പിയേക്കല്ലേ. എടി, ആ പാറൂമ്മയോട് പറഞ്ഞ് ഇത്തിരി വെള്ളം ചൂടാക്കാൻ പറഞ്ഞേ. വല്ലാത്ത മേലുവേദന, ഒന്ന് കുളിക്കണം. എടി, നിന്നോടാ പറഞ്ഞത്. ഇതൊക്കെ എന്നെ ചെവി കേട്ടൂടെ? അമ്മേ, ജയന് വിശന്ന് കുടല് കരിയുന്നുണ്ട്. എനിക്ക് ഊണെടുക്ക. ഇന്നിരേ, ആ പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അടുക്കള പൂട്ട്. പൂച്ച കയറും. എവിടെയായിരുന്നു രണ്ടുപേരും? ഒന്നും പറയണ്ട എന്റെ അച്ഛ. ഒരു വലിയ പ്രശ്നം സോൾവ് ചെയ്തിട്ടാ ഞങ്ങൾ വരുന്നത്. ഏതൊരു പന്ന കഴിവേറിയ ഒരു കോൺട്രാക്ടർ മണ്ണന്തല കോളനി ഒഴിപ്പിച്ചിട്ട് അയാൾക്കൂടെ ഫ്ലാറ്റ് കെട്ടണമെന്ന്. അവിടെ താമസിക്കുന്നവർക്ക് പകരം സ്ഥലം കൊടുക്കാതെ അവരെ പറഞ്ഞുവിടാൻ നോക്കുക. കള്ള കാഫർ. ഞാനും ജയനും ശരിക്ക് അങ്ങ് പെരുമാറി. പോക്രിത്തരം കാണിക്കുന്നതിന് അതിരൊക്കെ ഇല്ലേ? ഇയാളൊരു വരുത്തന. 5-6 മാസമായിട്ടുള്ള ഇവിടെ വന്നിട്ട്. അതല്ല രസം. അവന് ചെവി കേൾക്കാൻ പറ്റത്തില്ല. പൊട്ടനാ. വെടി വെച്ചാ പുക എവിടെ നന്ദി വയ്ക്കും. പിന്നെ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അയ്യോ, അവിടെ നിന്നേ. അവനൊരു അബദ്ധം പറ്റിയതാ. എന്താണോ വേണ്ടത്? പിള്ളേര് വല്ലതും കാണിക്കോ പറയും ചെയ്ത് വിചാരിച്ചു പ്രായമായ പിള്ളേർ തല്ലാമോ? ഇത് അറിഞ്ഞിട്ട് ഞാൻ തന്നോട് പറയില്ലായിരുന്നു. താനില്ല ഇടപെടരുത്. എന്താ ഇവൻ ചെയ്തെന്ന് എനിക്കറിയാമല്ലോ. അച്ഛന്റെ പ്രായമുള്ളവരെ വീട്ടിൽ കയറി ചീത്ത വിളിക്കുക, എന്നിട്ട് സ്വന്തം തന്നയുടെ മുമ്പ് വന്നത് വിളമ്പുക. എന്തിനാടാ നീയൊക്കെ പോത്തുപോലെ വളർന്നത്? ദിവസവും കുഴച്ചുട്ടി നക്കുന്നുണ്ടല്ലോ. അവരാളറിയാതെ പറഞ്ഞതല്ലേ, താൻ ക്ഷമിക്കേ. ഇത് ക്ഷമിക്കേണ്ടത് തെറ്റല്ല ഉണ്ണിത്താനെ. കാല വീണ് മാപ്പ് പറയാതെ രണ്ടും അകത്തേക്കോ പുറത്തേക്കോ പോകണ്ട. കാല വീണ എന്റെ കാലല്ലേ അവിടെ. താലിപ്പ് ഇവരെക്കാല് കൊച്ചുകുട്ടിയായല്ലോ. പിള്ളേരെ കൊണ്ട് താലിന്റെ കാല് ഭരിക്കല്ലേടോ. നിങ്ങൾ പോയി വല്ലോ കഴിച്ചേ. താനി വന്നേ, ഇനി വന്നേ. എടോ, തന്റെ മകൻ എന്റെ കണ്ണു തുറപ്പിച്ചു. പണമുണ്ടാക്കിന്റെ തിരക്കിൽ ചിലപ്പോ എനിക്ക് ചെയ്യാൻ തോന്നാറില്ല. ഇതുപോലൊരാൾ ഓർമ്മിപ്പിക്കുന്നത് ആദ്യമാണ്. അവൻ മിടുക്കനാ. എന്നാലും ഉണ്ണിത്താനെ
ഒന്നും മനസ്സിൽ വെക്കരുത്. ആ ചെകുത്താന്മാർക്ക് വേണ്ടി ഞാൻ നിന്നോട് മാപ്പി ചോദിക്കും. വർഷങ്ങൾ കൂടി കാണുമ്പോഴാ തന്നെ ഈ കോപ്പിലെ സെന്റിമെന്റ്സ്. ഞാൻ ഇറങ്ങി പോകും കേട്ടോ. ആ എടോ പല്ല തൊട്ടിപ്പോ എടുത്തിട്ട് പാടൂ. അയ്യോ പോലീസ്! മേനേജേട്ടാ, 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 പോലീസ്, പോലീസ്, പോലീസ്! ജയൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചു കാണുമോ? ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞല്ലോ. മേനേജേട്ടാ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു പറയാം. എവിടെയെങ്കിലും ഒളിച്ച ഇതിനകത്ത് പറ്റില്ല. അവിടെ എവിടെയെങ്കിലും ഒളിച്ച് അപ്പൊ തോന്നാ മുട്ടുമ്പോ തോന്നുന്നു. ഗുഡ് മോർണിംഗ്. മേനേജേട്ടാ ഇവിടെ ഇല്ല. ആരുണ്ട് ആരില്ല എന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. അല്ല ചോദിച്ചാലോ എന്ന് കരുതി അഡ്വാൻസ് ആയിട്ട് തന്നതാ. അഡ്വാൻസ് ആയിട്ട് തരണ്ട, ചോദിക്കുമ്പോ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. മതി. ഇങ്ങോട്ട് മാറിക്കും, ഇങ്ങോട്ട് മാറിക്കാൻ. ഇവിടെ വേറെ ആരുമില്ലേ? ഇവിടെ ഞാനുണ്ട്, പിന്നെ വേറെ ആരുമില്ല. മേനേജേട്ടാ ഇവിടെ ഇല്ല. നിങ്ങളാരാ? ഞാൻ പൊതുവാൾ. എന്ത് വാൾ? പൊതുവാൾ. എനിക്ക് ഈ വീട് മുഴുവൻ ഒന്ന് സെർച്ച് ചെയ്യണം. എന്താ ഇത്? പരിശോധന കഴിയുന്നത് വരെ താൻ ഇവിടെ നനങ്ങിപ്പോകരുത്. ഓക്കെ? അപ്പോഴേ നിന്റെ വെളച്ചിലൊന്നും ഇവിടെ വേണ്ട കേട്ടാ. അത് ശരി. അപ്പൊ അമ്മാവനോട് ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ? നീ ഇപ്പൊ ഇടാന്നോ? അതെ, ചാർജ് എടുത്തിട്ട് 2 ദിവസമായി. പക്ഷെ ഇപ്പോഴേക്കോട്ട് വരാൻ പറ്റൂല. അല്ല, ജയനോട് ഇല്ലേ? ഉണ്ടുണ്ട്, ഉണ്ടെന്ന് തോന്നുന്നു. അവനിപ്പോ പഴയതുപോലെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. പിന്നെ വല്ല ബസ് ഉടക്കലോ, അതും ചെറിയ ബസ്, പിന്നെ വലിയ ചെറിയ അടിപിടി കേസോ അത്രേ ഉള്ളൂ. കൂടുതൽ വർത്തമാനം വേണ്ട. വേണ്ട. നിങ്ങളല്ലേ പറഞ്ഞത് അമ്മ അവനിവിടെ ഇല്ല, പുറത്തു പോയിരിക്കുകയാണെന്ന്? അകത്ത് എന്നുള്ളത് പുറത്തായി പോയതാ. പോലീസ് കളിയൊന്നും ഇവിടെ വേണ്ട കേട്ടോ. തനിക്കറിയില്ലേ? SI. ആ SI ആണ് നമ്മുടെ ചെറിയടത്ത് നന്ദിനിയുടെ മോനാ. ചെറിയടത്ത് നന്ദിനിയുടെ മോനാ. നന്ദിനിയുടെ ആ മോൻ. അല്ല, ഇതാര് പ്രദീപോ? നീ അങ്ങ് ആള് മാറിപ്പോയല്ലോടാ. അതെ, ഇപ്പൊ നല്ല ഗ്ലാമറായി അല്ലേ? അത് ചേച്ചി ഈ യൂണിഫോം ഇടുമ്പോ ആള് മാറും. തമാശ വേണ്ട, ചിലപ്പോ ഷേപ്പും മാറും. ഇപ്പൊ സമാധാനായല്ലോ. സ്വന്തം ബന്ധമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ബിറ്റ് ചേർക്കാം. അല്ല, ഈ അടിപിടി കേസ് വരുമ്പോ നമുക്ക് ഇടി കുറയും. ആ അറിയാവുന്ന പോലീസാണ് 2 ഇടി കൂടുവെന്നാ അല്ലടാ? 2 അല്ല, ചിലപ്പോ അതിലും കൂടും. നീ ഇരിക്ക്. ഞാൻ ചായ എടുത്തോണ്ട് വരാം. ചായ മാത്രമല്ല, കഴിക്കാനും. ഇവിടെ വാടാ. അയ്യേ, ഇവനായിരുന്നു കഷ്ടം. ഇവനല്ല, ഇൻസ്പെക്ടർ പ്രദീപ്. കണ്ടാ പോലീസാണെന്ന് തോന്നുകയല്ലേ അല്ലേ? പക്ഷെ പ്രവൃത്തിയിൽ അത് തോന്നും. നീർക്കോലി, വലിയ കുസൃതി ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? നീർക്കോലി ഇപ്പൊ കരിമൂർഖനായിട്ടുണ്ടല്ലോ. അമ്മ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എടീ, നിന്റെ കളിതമാശ നീ അവനോട് വേണ്ട, അവനിപ്പോ പോലീസാ. നീർക്കോലി പറ്റിയ പേര്. ഒരു ഇൻസ്പെക്ടറോട് കുറച്ച് റെസ്പെക്ട് ഒക്കെ ആകാം, കേട്ടല്ലോ? ചായ എടുക്കാൻ പോയി അമ്മായിയെ കണ്ടില്ലല്ലോ, ഞാൻ നോക്കിട്ട് വരാം. അമ്മായി, അറ്റ കൈക്ക് നിന്റെ തന്ത അങ്ങ് തട്ടിയേക്കാം പോരെ? അയ്യോ, സമയായി. ഇന്നലെ എന്നെ കാത്തു നിൽക്കുകയായിരിക്കും. ഒന്നും കാത്തു നിൽക്കില്ല, അവൾക്കറിയാം നീ എന്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്. എന്താ? ഓഹോ, രാവിലെ തന്നെ നീ ഇവിടെ ഒന്ന് പഞ്ചാരടിച്ചോണ്ട് നിൽക്കല്ലേ? നീ കൂടെ വന്നേ. ജയ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പുതുമഴ പോലെ വീണ് കിട്ടുന്ന ഇത്ര അസുലഭ മുഹൂർത്തങ്ങളിൽ നീ ഞങ്ങൾക്കൊരു പാരയാവരുതെന്ന്. പുതുമഴ തേങ്ങാ കൊല. പെങ്ങളെ, നീ കുറെ കായലിലേക്ക് നോക്കി ഇങ്ങോട്ട് വന്നടാ. നീ കാര്യം എന്താന്ന് പറ. ആ കോൺട്രാക്ടർ നമ്മളോട് സ്നേഹം കാണിച്ചത് വെറുതെ ഒന്നുമല്ല. പിന്നെ അയാളുടെ മോളെ എന്നെ കൊണ്ട് കെട്ടിക്കാനടാ. കൺഗ്രാചുലേഷൻ ഉണ്ണി. കാള വാല് പൊക്കിയപ്പോഴേ ഞാൻ കരുതിയതാ അത് നിന്റെ തലയിൽ ചാണകമിടാനായിരിക്കുമെന്ന്. എന്തായിരുന്നു അയാളുടെ പെർഫോമൻസ്? എന്നാലും വല്ലാത്ത ആപ്പായി പോയില്ലേ? ആപ്പ് കോപ്പ്. ഒരു കോപ്പുമില്ല. നിന്റെ സ്വഭാവം വെച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമായത്. ഒറ്റ മോള്, ഇട്ട് മൂടാൻ പണം, 4 കൊല്ലം മുമ്പ് കാഞ്ഞുപോയ അമ്മായി അമ്മ. ഒറ്റ ചവിട്ട് വെച്ചെന്നുണ്ടല്ലോ, കൂടെ ഒന്ന് വേല വെക്കുന്നടാ പുല്ലേ. ജയ, കാത്തിരിക്കാനും സ്നേഹിക്കാനും ഒരു പാർട്ണർ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് സുഖമുള്ള ഒരു ഫീലിംഗാ. അത് നിനക്ക് ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്ക് സതിക്കും അറിയാം. അവൾ ഓരോ അടി മുന്നോട്ട് വെക്കുമ്പോഴും എന്റെ ചങ്കിൽ ഓരോ കിലോ കുളിർ മഞ്ഞ് കോരിയിടുന്ന അനുഭൂതിയാ. എന്താണ് അവിടെ ഒരു സീരിയസ് ഡിസ്കഷൻ? എന്റെ വകയിലൊരു അച്ഛൻ ചത്തുപോയി, ശവടക്കിന് പോവാ. എന്തേ പോയിന്റോ? നിന്നോടല്ലേ കായലിലേക്ക് നോക്കിയേക്കാൻ പറഞ്ഞത്? വെറുതെ ചൂടാവാതെ ജയേട്ടാ, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നാളെ തന്നെ ജയേട്ടന് വേണ്ടി പെണ്ണ് കാണാൻ പോകാൻ തീരുമാനിച്ചെന്നാ ഇന്നിന് എന്നോട് പറഞ്ഞത്. ഇതെങ്കിലും മുടക്കാതെ നടത്താൻ നോക്ക്. ഞാൻ ഒരു കപ്പലിന്റെ സൈറൺ സത്യം, ഇത് നടക്കും. അതിനെ പല്ലി ചെലക്കണം. ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് വിശ്വാസങ്ങളിലും മാറ്റം വരണം. അന്ന് പല്ലി, ഇന്ന് കപ്പൽ. ഏതായാലും നമുക്ക് പെണ്ണ് കാണാൻ പോയി നോക്കാം.